ആഗോളതലത്തിൽ സംഘർഷങ്ങൾ രൂക്ഷമാകുന്നതിനിടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉത്തര കൊറിയയിൽ 2 ദിവസത്തെ സന്ദർശനത്തിനായാണ് റഷ്യൻ പ്രസിഡന്റ് ഉത്തര കൊറിയയിലെത്തിയത്. കിം ജോങ് ഉൻ വിമാനത്താവളത്തിൽ നേരിട്ടെത്തിയാണ് പുടിനെ സ്വീകരിച്ചത്. ബുധനാഴ്ച രാവിലെയാണ് ഉത്തര കൊറിയൻ തലസ്ഥാനമായ പ്യോങ്യാങ്ങിൽ പുടിനെത്തിയത്. ചുവന്ന പൂക്കളുള്ള ബൊക്കെ നൽകിയായിരുന്നു റഷ്യൻ പ്രസിഡന്റിനെ സ്വീകരിച്ചത്. പരസ്പരം ഹസ്തദാനം ചെയ്തും ആലിംഗനം ചെയ്തും നേതാക്കൾ സ്നേഹം പങ്കുവച്ചു. പിന്നീട് കിം ജോങ് ഉന്നും പുടിനും ചേർന്ന് ലിമോസിൻ കാറിൽ പുടിൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോയി. പുടിന്റെ സന്ദർശനത്തിന് മുന്നോടിയായി ഉത്തര കൊറിയയിലെ തെരുവുകൾ റഷ്യൻ പതാകകൾ കൊണ്ടും നേതാക്കളുടെ ചിത്രങ്ങൾ കൊണ്ടും അലങ്കരിച്ചിരുന്നു. പിന്നീട് പുടിനെ ഔദ്യോഗികമായി സ്വീകരിക്കുന്നതിന് കിം ഉൽ സുങ് സ്ക്വയറിൽ പരിപാടിയും സംഘടിപ്പിച്ചിരുന്നു. 24 വർഷത്തിനിടെ ഇതാദ്യമായാണ് ഒരു റഷ്യൻ നേതാവ് ഉത്തര കൊറിയ സന്ദർശിക്കുന്നത്. പുടിനൊപ്പം റഷ്യൻ പ്രതിരോധ മന്ത്രി ആൻഡ്രി ബെലോസോവും വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവും ഉപപ്രധാനമന്ത്രി അലക്സാണ്ടർ നൊവാക്കുമുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിൽ സാമ്പത്തിക സൈനിക സഹകരണം കൂടുതൽ ഊർജിതമാക്കാനുള്ള ചർച്ചകൾ ഇരു രാജ്യങ്ങളും നടത്തുമെന്നാണ് സൂചന. യുക്രൈനിൽ റഷ്യ അധിനിവേശം തുടങ്ങിയതിനു ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമായിരുന്നു. ന്യൂസ് ഡെസ്ക് സുപ്രഭാതം.